3 പേരുടെ പ്രാർത്ഥനക്ക് 100% ഉത്തരം കിട്ടുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആരുടെയൊക്കെയാണെന്നറിയോ? അതിലൊന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ട ആളുടെ പ്രാർത്ഥന പെട്ടെന്ന് പഠിച്ചോൻ സ്വീകരിക്കും. മറ്റൊന്ന് പറഞ്ഞാൽ ദഅവത്തുൽ വാലിദി ലിവലദിഹി, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന 100% പഠിച്ചോൻ സ്വീകരിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, ലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്, കാരണം അത് പെട്ടെന്ന് സ്വീകരിക്കും. അതേപോലെ മറ്റൊന്ന് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആ അള്ളാഹു പെട്ടെന്ന് തന്നെ സ്വീകരിക്കും. എന്തുകൊണ്ട് യാത്രക്കാരൻ്റെ ദുആ സ്വീകരിക്കുന്നു വെച്ചാൽ, അസ്സഫർ ഖിതാഅത്തും മിനൽ അദാബ്, യാത്ര എന്ന് പറഞ്ഞാൽ നരക ശിക്ഷയിൽ നിന്നുള്ളൊരു ഭാഗമാണ്. കാരണം അത്രക്കും പ്രയാസം ഉണ്ടാവും. അതിൽ തന്നെ ഹദീസിൽ പറയുന്നുണ്ട്, നമുക്ക് ചിലപ്പോൾ ഭക്ഷണം കിട്ടണം എന്നില്ല, ഉറക്കം കൃത്യമായിട്ടുണ്ടാവില്ല. കാരണം എനിക്ക് തന്നെ ഫീൽ ചെയ്തു, ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിളായിട്ട് നമുക്ക് ഹലാൽ ഫുഡ് കിട്ടൂല. പലപ്പോഴും നമുക്ക് പട്ടിണി കിടക്കേണ്ടി വരും. ബുദ്ധിമുട്ടുകൾ ഒരുപാട് നമ്മൾ നേരിടും.